കെ ശൈലജ ടീച്ചർ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുവന്നത് അത് LDF ആയിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകളായിരുന്നു എന്നായിരുന്നു ടീച്ചർ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സൈബർ ആക്രമണം ടീച്ചർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ വിശദീകരണവും ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് UPA സർക്കാർ അത് കൊണ്ടുവന്നത്, അതിൽ ഇടതുപക്ഷം വഹിച്ച പങ്ക് എന്തായിരുന്നു എന്നൊക്കെ ടീച്ചർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ ആക്രമണം ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടീച്ചർക്ക് നേരിടേണ്ടി വരുന്നത്? അതിപ്പം പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ആ സൈബർ ആക്രമണം തന്നെ പറയാം. അതിപ്പം ഒരു പ്രത്യേക കാരണമൊന്നും വേണ്ട. ഒരു നേതാവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിപ്പോർട്ട് അങ്ങ് വന്നാൽ അത് പിടിച്ചിട്ട് കയറിപ്പോയി ആൾക്കാർ കുറേ ഉണ്ട്. ശൈലജ ടീച്ചർ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സൈബർ ആക്രമണം നടത്തുന്നതിൽ മറ്റു പല ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. കാരണം ഇടതുപക്ഷത്തിനൊരു മുഖമായിട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ അടുത്ത മുഖ്യമന്ത്രി മുഖമായിട്ടൊരു ശൈലജ ടീച്ചർ വരുന്നുണ്ട്. അപ്പോൾ ശൈലജ ടീച്ചർ ഒരു മുഖ്യമന്ത്രി ആയിട്ട് കാൻഡിഡേറ്റ് വന്നാൽ അങ്ങനെ CPM പ്രഖ്യാപിക്കില്ല, ഇടതുപക്ഷം അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു ശൈലിയില്ല. പ്രചരണം നയിക്കുന്ന ഒരു നേതാവ് ഉണ്ടാവും, അത് മിക്കവാറും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും. അതിന് ശേഷമാണ് വേണമെങ്കിൽ ഒരു മുഖ്യമന്ത്രി മാറ്റം വരേണ്ടത്. അങ്ങനെ ശൈലജ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നമ്മൾ പറഞ്ഞ ഗൗരിയമ്മ വരുന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രചരണം നടന്നാൽ ചിലപ്പോൾ സ്ത്രീകളുടെ വോട്ടുകൾ കൂടുതലായിട്ട് ലഭിച്ചേക്കും. അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രമല്ല, ഈ പറഞ്ഞ ആദ്യം ഒരു വനിതാ മുഖ്യമന്ത്രി ലഭിക്കുന്ന പറയുമ്പോൾ ഒരു നിഷ്പക്ഷ വോട്ടുകളെല്ലാം ശൈലജക്ക് വരും. കാരണം കോവിഡിൻ്റെ സമയത്തും മറ്റു ആരോഗ്യമന്ത്രിയിൽ അവരെടുത്ത പേരും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അങ്ങനെ വോട്ട് വേണ്ട. അത് ഈ പറയുന്നത് കനകോലിൻ്റെ റിപ്പോർട്ടിലും ഈ സാധനം പറയുന്നുണ്ട്. നമുക്കറിയില്ല അതിനെക്കുറിച്ച്. ശൈലജ ടീച്ചർക്ക് സപ്പോർട്ട് ഉണ്ടെന്നും അവർ മുഖ്യമന്ത്രി ചാൻസ് ഉണ്ടെന്നും അതിനെ തടയിടണമെന്നും പറയുന്നുണ്ട്. അപ്പം ശൈലജ ടീച്ചർ ആക്രമിക്കുക എന്നുള്ളത് മറ്റൊരു ഘടകമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പരാമർശം വന്നപ്പം അത് ഇടതുപക്ഷ പാർട്ടികളാണ് ഇത് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ CPM ആണ് ഇതിന് മുൻകൈ എടുത്തതെന്ന് പറയുമ്പോൾ അതും പിടിച്ചിട്ടങ്ങ് ആക്രമിച്ചുകൂടായിരുന്നു. അതിന് മുൻപന്തിയിൽ നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയെ പോലുള്ള നേതാക്കൾ ഇപ്പം കഴിഞ്ഞ ദിവസം കമൻറ്റ് പറഞ്ഞു. പക്ഷേ ശൈലജ ടീച്ചർ അതിനുശേഷം നൽകിയ വിശദീകരണത്തിലും അന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു വസ്തുതയായിട്ടൊരു പരാമർശം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശൈലജ ടീച്ചർ പറഞ്ഞത് ഇത് ഇടതുപക്ഷം കൊണ്ടുവന്ന് മുന്നോട്ട് വെച്ച പദ്ധതിയാണ്, ഇടതുപക്ഷമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്നതാണ്. അതിൽ അത് സംശയമില്ല. അതിൽ ടീച്ചർ കൃത്യമായി പറയുന്നുണ്ട് അത് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ പാസ്സാക്കിയത് കോൺഗ്രസ് ആണ്, UPA സർക്കാരാണെന്ന്. കാരണം ഇടതുപക്ഷം ഒരിക്കലും കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്നിട്ടില്ല. ഭരണത്തിലിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു തന്നെ അതിനെക്കുറിച്ച് വിശദീകരണത്തിൽ ക്ലിയറായി പറയുന്നുണ്ട്. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷം കൊണ്ടുവന്ന പൊതു മിനിമം പരിപാടി, അതിലാണ് ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി വന്നത്. എല്ലാവർക്കും തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുക, അത് വരുമാനം ലഭിക്കുക എന്നുള്ള സാധനം കൊണ്ടുവന്നത്. അന്ന് അത് വരാനുള്ള സാഹചര്യം നമുക്കറിയാം. NDA സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ ഒരു മാറ്റം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ വന്നു കോൺഗ്രസിന്, UPA അലയൻസിന്. അപ്പം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ, ഇടതുപക്ഷ CPM 60 ഇടതുപക്ഷത്തിൻ്റെ MP-മാരായിട്ട് 60ഓളം MP-മാരുണ്ട്. ഒരു വലിയ നമ്പറാണ് അതിപ്പോൾ ആ സമയത്ത്. അപ്പോൾ അതിന് പുറത്തുനിന്ന് പിന്തുണക്കാൻ തയ്യാറാവുന്നു. ആ പിന്തുണയോട് കൂടിയിട്ടാണ് ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിന് ആ സമയത്താണ് ജ്യോതി ബസുവിന് മുഖ്യമന്ത്രി പദവി പ്രധാനമന്ത്രി ഓഫർ ചെയ്തത്. അത് CPM സ്വീകരിച്ചില്ല. അത് ചരിത്രപരമായ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നുണ്ട്. അന്ന് പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ പക്ഷേ ഇടതു പാർട്ടികളുടെ രാജ്യത്തെ ഗതി അല്ലെങ്കിൽ CPM-ന്റെ രാജ്യത്തെ ഗതി തന്നെ മാറിപ്പോകുന്നൊരു ഇതായി തന്നെ. അത് രണ്ട് ഇതാണ്. പക്ഷേ CPM-ന്റെ പാർലമെന്ററി പാർട്ടിയിലേക്ക് വരുമ്പോൾ അത്രത്തോളം പാർട്ടിപരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതുകൊണ്ട് അവർ സ്വീകരിച്ചില്ല. പക്ഷെ അതിന് പുറമെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളോട് കൊടുത്ത് മറ്റത് ഏത് വകുപ്പ് വേണമെങ്കിലും മന്ത്രി പദവി നിങ്ങൾക്ക് എടുക്കാം എന്നും പറഞ്ഞിരുന്നു. ഈ ഓഫർ പ്രധാനമന്ത്രി ഇല്ല, അപ്പോൾ ഏതും എടുക്കാം. ഇത് രണ്ടിനും CPM തയ്യാറായില്ല. മന്ത്രിസഭയിൽ ചേരുന്നില്ല, പുറമേ നിന്നുള്ള പിന്തുണ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്തുണ എടുക്കുമ്പോഴാണ് ഈ പൊതു മിനിമം പരിപാടി അവതരിപ്പിച്ചത്. അതിലെ പ്രധാന ആവശ്യമായിരുന്നു ഈ തൊഴിൽ ദിനങ്ങൾ. ആ തൊഴിൽ ദിനങ്ങൾ കൊണ്ടുവന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അത് നടപ്പിലാക്കിയില്ലെങ്കിൽ സർക്കാരിൻ്റെ പിന്തുണ പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള ഭീഷണികൾ ഉൾപ്പെടെ നടത്തിയിട്ടാണ് ഈ പരിപാടിയിൽ കൊണ്ടുവന്നത്. അത് സീതാറാം യെച്ചൂരി അതിൻ്റെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച നേതാവ്. യെച്ചൂരി മരണപ്പെട്ട സമയത്ത് ഒരു അനുസ്മരണ യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഖാർഗെനെ അറിയുമെന്നറിയില്ല, പാർട്ടിക്ക് പുറത്തിലാണല്ലോ, എങ്കിലും കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഖാർഗെ ഇത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈ എന്തായിരുന്നു യെച്ചൂരി തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുത്ത ഒരു ഇതൊന്നും അയാളുടെ ഇച്ഛാശക്തിയാണ് നടപ്പിലാക്കിയത് കൃത്യമായി പറയുന്നത്. അതിപ്പോൾ നമുക്ക് മുമ്പിൽ ഡോക്യുമെൻ്റ് ആണ്. ഈ കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും യെച്ചൂരിയെ കുറിച്ച് പറഞ്ഞ അലയൻസിന്, പ്രതിപക്ഷ അലയൻസിന് എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുവന്നത്, ഈ ഒരു ഐക്യം രൂപപ്പെടുത്താൻ യെച്ചൂരി വഹിച്ച പങ്കുമെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. ആ യെച്ചൂരി കൊണ്ടുവന്നൊരു പദ്ധതിയായിട്ടാണ് ഇത് വന്നത്. അത് നടപ്പിലാക്കുന്ന സമയത്ത് ആദ്യം ഇത് പറഞ്ഞാൽ കോൺഗ്രസ്സാണ് നടപ്പിലാക്കുന്നത്, സർക്കാരാണ് കൊണ്ടുവരുന്നത്, നടപ്പിലാക്കുന്നത്, സഭയിൽ വെക്കുന്നത്, പാർലമെന്റിൽ വെക്കുന്നത്. അവിടെ CPM-ന് റോളില്ല സർക്കാരിലേക്ക് വരുമ്പോഴേക്ക്. അത് കൊണ്ടുവന്നതിന് ശേഷം ഇവരാദ്യം അവതരിപ്പിച്ചതിൽ CPM എതിർത്തിരുന്നു. ഈ തൊഴിലുറപ്പ് പദ്ധതിനെ കരടിനെ എതിർക്കുന്നുണ്ട്. കാരണം അതിൽ പറഞ്ഞ കാര്യങ്ങൾ പര്യാപ്തമല്ലെന്നും നമ്മൾ മുന്നോട്ട് വെച്ച ആശയത്തെ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതെന്നും പറഞ്ഞിട്ടാണ് എതിർത്തത്. അതിൽ ഭേദഗതി വരുന്നുണ്ട്. ആദ്യം ആ പദ്ധതി കൊണ്ടുവരുമ്പം രാജ്യത്ത് 125 150 ജില്ലകളിൽ മാത്രമാണ് വരുന്നത്. കേരളത്തിൽ ഇത് വയനാട് ജില്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയായിരുന്നു ആ ജില്ലകളുടെ കണക്ക് വരുന്നത്. അപ്പോൾ അത് പോരാന്നും പറഞ്ഞ് ഈ CPM ഇടതുപക്ഷ പാർട്ടികളും പറഞ്ഞ് മുന്നോട്ട് വെച്ചിട്ടാണ് ഈ കാണുന്ന രൂപത്തിൽ, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുന്ന ഗ്യാരണ്ടി ആയിട്ട് വരുന്ന സാധനങ്ങൾ കൊണ്ടുവന്നത്. അതിന് CPM-നുള്ള പങ്ക് ഒരിക്കലും കോൺഗ്രസ് നേതൃത്വത്തിന്, ഇതിലിപ്പോൾ പറയുന്നത് തന്നെ ദേശീയ നേതൃത്വം ഒരിക്കലും തള്ളാൻ പറ്റില്ല. പക്ഷേ ദേശീയ നേതൃത്വം പറയുമ്പോൾ ഇപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടുന്ന നേതൃത്വമാണ്. അവരിപ്പം കേരളത്തിലെ സാഹചര്യം നമുക്കറിയാം. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്നും ഈ പ്രശ്നമുണ്ടല്ലോ. CPM സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് ഒരു പ്രശ്നം കേരളത്തിലെ സാഹചര്യത്തിലുണ്ട്. അങ്ങനെ പറയുമ്പോഴും ഈ വസ്തുതകളായി കാണേണ്ട പ്രശ്നമുണ്ട്. ധാരാളം കൊണ്ടുവന്ന സപ്പോർട്ട് ഒന്നും പറയേണ്ടതുണ്ട്.
അങ്ങനെ വന്ന പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. അതിലേക്ക് എത്തിച്ചതിൽ CPM-ന്റെ പങ്ക് ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ചരിത്രത്തിൽ അതിന് കൃത്യമായ സ്ഥാനമുണ്ട്. അതാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. ശൈലജ ടീച്ചർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് CPM കൊണ്ടുവന്ന പദ്ധതിയാണ്, അല്ലെങ്കിൽ CPM പിന്നെ മുന്നോട്ട് വെച്ച ആശയമാണ്, അത് നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്, UPA സർക്കാരാണെന്ന്. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അത് പറഞ്ഞിട്ട് ശൈലജ ടീച്ചർ കള്ളം പറയുന്നു, നുണ പറയുന്നു, ഫേക്ക് നിർമ്മിതി എന്നൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ പിന്നെ ആ വാദത്തിന് ശൈലജ ടീച്ചർക്ക് എതിർത്ത് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുകൊണ്ട് തന്നെ ആ ഒരു 2 ഫേക്ക് PR നിർമ്മിതിയാണ് ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ആ 2 വാദങ്ങളോട് ഇല്ലാണ്ടാവാണ്. പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് എന്താണെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇപ്പം നന്നായിട്ട് അറിയാം. അയാൾ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാം. ശൈലജ ടീച്ചർ എന്താണെന്നും നമ്മൾ ഇപ്പം വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാലം, നമ്മൾ പഴയ കാര്യം എന്ന് പറഞ്ഞ് ഇപ്പം 2004, 2005 കാലഘട്ടത്തിലേക്കാണ് തൊഴിലുറപ്പ് പദ്ധതി വന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് 1-2 മാസം വേണ്ട കഴിഞ്ഞ ഇന്നിപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതിയിൽ അയാളുടെ 1ാമത്തെ കേസിന്റെ ജാമ്യം വിധി വരാൻ വേണ്ടി പോവുകയാണ്. നിർണായകമാണ്. അതിൽ വന്നാൽ മാത്രമേ എന്താണെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് ഇത് പറയുന്നത്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ അത് നിൽക്കുന്ന സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺഗ്രസിൻ്റെ വെബ്സൈറ്റ് കയറി നോക്കിയാൽ മല്ലികാർജ്ജുൻ ഖർഗെ യെച്ചൂരിയെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഒന്ന് UP സർക്കാരിനെ കുറിച്ച് പറയുന്നത്, UP സർക്കാർ എന്തായിരുന്നു, CPM-ന്റെ ചരിത്രപരമായ മണ്ഡലത്തിൽ എന്തായിരുന്നു, ഇത് കഥകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെ. അതിൽ യാതൊരു ഇത് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയാൽ തന്നെ ഒരു ഇലക്ഷൻ സമയത്ത് ഒരു നേതാവിനെ ആക്രമിക്കാനുള്ള, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ എയറിൽ കയറ്റാനുള്ള ഒരു പരിപാടിയായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഈ സാധനം. KK ശൈലജ ടീച്ചർ ഇതിന് വിശദീകരണവും നൽകിയിരുന്നു. ഏതെങ്കിലും പറയുന്ന ഒരു പ്രയോഗത്തെ വളച്ചൊടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അതിനുള്ളിൽ തന്നെ ടീച്ചർ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ യെച്ചൂരിയുടെ മരണ സമയത്ത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിശദീകരണം നൽകിയിരുന്നു. എങ്ങനെയായിരുന്നു UPA സർക്കാർ അത് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നത്. അതിനുള്ളിൽ അവർ പറയുന്നത് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ തൊഴിൽ കൊടുക്കാം. പക്ഷെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. തൊഴിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരാൾക്ക് ഒരു വീട്ടിൽ അവർക്ക് പിന്നെ പണം കൊടുക്കണമെന്ന് പറഞ്ഞു. അതാണ് അത് പറഞ്ഞ ആ ഭേദഗതി ആദ്യം കൊണ്ടുവന്ന കരടിനെ CPM എതിർത്തിട്ട് രണ്ടാമത് പറഞ്ഞ് പിന്നെ സഭക്ക് ഒരു സമിതിക്ക് വിട്ടുകൊണ്ടുവന്ന് രണ്ടാമത്തെ ഇന്നത്തെ രൂപത്തിലുള്ള തൊഴിൽ പദ്ധതി കൊണ്ടുവന്നത് CPM-ന്റെ ഒരു ഇത്. ഈ പറഞ്ഞ ആശയം മുന്നോട്ട് വെച്ചത് പൊതുവിനിമയ കൊണ്ടുവന്നത് സപ്പോർട്ട് കൊടുത്തത് എല്ലാം ഇതാണ്. ആ സപ്പോർട്ട് പിൻവലിച്ചത് നമുക്കറിയാം. അതും ഇപ്പം പ്രസക്തമാണ്. ആണവ കരാറിന്റെ ഒരു സാഹചര്യത്തിലായിരുന്നു CPM അല്ലെങ്കിൽ ഇടതു പാർട്ടികൾ പിന്നെ UPA സർക്കാരിനെ പിൻവലിച്ചത്. ഇപ്പം അതുപോലത്തെ ഒരു കരാറിന്റെ പേരിൽ ഇപ്പം വീണ്ടും വിമർശനം നടക്കുന്ന സമയത്താണ് ഇന്ത്യ കരാറിന്റെ ഇത് നടക്കുകയാണ്. അന്നത്തെ സമയത്ത് അത് കോൺഗ്രസ് കരാറിൽ ഏർപ്പെടുന്ന CPM ഒരിക്കലും ഇടതുപക്ഷ പാർട്ടികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു പോയത്. ഇതിന്റെ ഒന്നിച്ച് തന്നെ പറഞ്ഞു പോകാം, രണ്ടാമത്തെ UPA സർക്കാർ അധികാരത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒന്നാം UPA സർക്കാർ നടപ്പിലാക്കി ഈ പൊതുവിനിമയം പരിപാടികൾപ്പെട്ട കുറേ പദ്ധതികളായിരുന്നു. ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. അതാണ് രണ്ടാം UPA സർക്കാരിന് പിന്നെ ഒരു വളമായിട്ട് അല്ലെങ്കിൽ ഒരു വേര് പിടിപ്പിച്ച് കൊടുത്തത്. അതിനുശേഷം വന്ന സർക്കാർ മാറിയിട്ട് ഇപ്പോൾ 2014 ഒന്നാം പിന്നെ മോദി സർക്കാർ വന്നു, രണ്ടാമത്തെ സർക്കാർ മോദി സർക്കാർ വന്നു, ഇങ്ങനെ പോവുകയാണ്. അപ്പം അവിടെ എവിടെയാണ് പഴിച്ചത് കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും ആലോചിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയുന്നത് ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അല്ല, ഇതിൽ തന്നെ ഇപ്പം ഈ പറഞ്ഞാൽ തന്നെ ഇപ്പം നമുക്കറിയാം പിന്നെ ഇടതുപക്ഷത്തിന്റെ LDF-ന്റെ തെക്കൻ മേഖല അതിൽ സംസാരിക്കുന്ന സമയത്താണല്ലോ ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ട്. അതിൽ തന്നെ പറഞ്ഞ മറ്റൊരു പരാമർശിപ്പ് വിവാദമായിട്ടുണ്ട്. ഉത്സവത്തെ ഓണവത്ത പറഞ്ഞിട്ട് കേരളത്തിൽ ഓണവത്ത കൊടുക്കുന്നു, പുറത്തില്ല, കോൺഗ്രസ് സർക്കാർ കൊടുക്കുന്നില്ല പറയുമ്പം അതിനിപ്പോൾ ടീച്ചർ കളിയാക്കിയാണ്. കേരളത്തിലെ ഓണമില്ലു, പുറത്തെ ഓണമില്ല. നോക്കുമ്പോൾ നമ്മളിപ്പം കേൾക്കുമ്പോൾ ഇപ്പം നമുക്ക് പറയുന്നത് ശൈലജ ടീച്ചർ പറയുന്നത് കേരളത്തിൽ ഓണവത്ത് കൊടുക്കുന്നു, തമിഴ്നാട്ടിലും കർണാടകയിലും കോൺഗ്രസ് ഓണവത്ത് കൊടുക്കുന്നില്ല പറഞ്ഞാൽ, അല്ലെങ്കിൽ കർണാടകയിലും കോൺഗ്രസ് ഓണവത്ത് കൊടുക്കുന്നു. നമ്മളൊന്ന് ശൈലജ ടീച്ചർ ഇങ്ങനെ പറഞ്ഞില്ല മരുത്, കാരണം കർണാടകത്തിൽ ഓണമില്ലല്ലോ, ഇവരെന്താ മണ്ടത്തരം പറഞ്ഞിരിക്കും. ആ ഒരു വാദമാണ് ഇവർ പുറത്തേക്ക് കൊണ്ടിരുന്നത്. ഇപ്പം നമുക്കൊരു ട്രോളായാലും കണ്ടാലും അപ്പം അതൊരു കർണാടകയിലുണ്ട് പിന്നെ ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സർക്കാർ സംസ്ഥാനത്തും ഓണവത്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവർ ഇത്രയേ ഉള്ളൂ, ഇവരെയാണോ നമ്മളിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി പറഞ്ഞാൽ ചിന്തിക്കും. പക്ഷേ ടീച്ചർ പറഞ്ഞെന്തായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞത്, കേരളത്തിൽ ഓണത്തിന് വത്ത് കൊടുക്കുന്നു, ഉത്സവ പത്തേ കൊടുക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉത്സവത്തെ ഉണ്ടല്ലോ, ഉത്സവം നടക്കുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും ബന്ധപ്പെട്ട ഉത്സവമുണ്ട്. ഇങ്ങനെ ഉത്സവത്തെ എവിടെ കൊടുക്കുന്നു? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഉത്സവത്തെ കൊടുക്കുന്നത്? ആ കേരളത്തിലെ ഓണം എന്ന കോൺടാക്ട് വെച്ചിട്ടാണ് ഓണത്തിന് വത്ത പറഞ്ഞത്. അത് മറ്റു ഉത്സവ പത്ത എന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. ഇതാണ് പറഞ്ഞ ഒരു വാക്ക്. ആ ഒരു വാക്കും പിടിച്ചിട്ട് നേരെ വളച്ചു പിടിച്ചിട്ട് ഇങ്ങനെ വിടുമ്പോഴേക്ക് അത് മറ്റൊരു പ്രചരണം പോയി. അപ്പം ഈ പറഞ്ഞ ശൈലജ ടീച്ചർ എന്നൊരു ഇമേജ് നമ്മളീ പറഞ്ഞപ്പോൾ അത് കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റില്ല. ശൈലജ ടീച്ചർ എന്നൊരു ഇമേജ് അവർക്ക് അതാണ്, അതിന് ഒരു പേടിയുണ്ട്. ഇപ്പം ഈ പറഞ്ഞ തന്നെ പിണറായി പോയി കഴിഞ്ഞാൽ ആര് എന്ന് ചോദിക്കുമ്പം ഇപ്പം UDF-ന്റെ കേസ് പറയുമ്പോൾ ഇവർ പറയും പിന്നെ കോൺഗ്രസിലെ 5 or 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്, അത് പാർട്ടിയുടെ ഗുണമാണെന്ന് പറയും. ഇന്നലെ നമ്മൾ പിന്നെ പുതിയുഗ യാത്രയിൽ കണ്ടാണ് ഷാഫി പറമ്പിലും മറ്റേ VD സതീശൻ കിടക്കുന്ന പുതിയുഗ യാത്രയിൽ ആ ഒരു തല്ലുമുടി തന്നെ പറഞ്ഞാൽ തെറ്റുണ്ടാവുന്നില്ല. അങ്ങനെ ഇതിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നേരെ കുറച്ചിങ്ങനെ പറയും, ഇവർ പറയുമ്പോഴും ഇങ്ങനത്തെ മുഖങ്ങൾ ഇവിടെ ഉണ്ട്. അതിലിപ്പോൾ ഒന്നാമത്തെ ഒരു മുഖമായിട്ടാണ് ശൈലജ ടീച്ചർ നിൽക്കുന്നത്. ശൈലജ ടീച്ചർ കഴിഞ്ഞ വർഷം പിന്നെ സഭയിൽ ചീഫ് വിപ്പാണ്. അത് സംസാരിക്കാൻ വന്നപ്പോൾ തന്നെ CPM-ന് മുഖമായിട്ട് ശൈലജ ടീച്ചർ വരുന്നതൊക്കെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ആ ഒരു ഭയമുണ്ട്. അപ്പോൾ എവിടെ കിട്ടുന്നു, എന്ത് കിട്ടുന്നു, എന്തൊരു ചെറിയൊരു സാധനം കിട്ടിയാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇതാക്കാം. ഇതിപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഉത്സവത്തിൻ്റെ കേസ് എടുക്കാം. തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകയിൽ ഓണവത്ത കൊടുക്കുന്നില്ല ശൈലജ ടീച്ചർ പറഞ്ഞു. ഈ ലോജിക്കും വെച്ച് അല്ലെങ്കിൽ ഈ ബുദ്ധിയും വെച്ചാണ് ഇവർ നമ്മളെ ഭരിക്കാൻ വരുന്നത് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇപ്പോൾ സ്ത്രീ വോട്ടർമാർ അല്ലെങ്കിൽ നിഷ്പക്ഷ വോട്ടർമാർ ശൈലജ ടീച്ചർക്ക് പിന്നെ അനുകൂലമായി നിൽക്കുന്ന പറയുന്നത്
അതിലൊരു പകുതിയിൽ അല്ലെങ്കിൽ ഒരു 20% ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും. ഇവർ ഇത്രയും ലോജിക്കുള്ളൂ, അപ്പോൾ ഇവർ ഈ പിയർ നിർമ്മിതിയാണോ എന്നൊരു ചിന്ത വരും. ആ ചിന്തയ്ക്ക് വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അതാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് ക്ലിയർ ആയിട്ട് ഇപ്പം പ്രതിരോധിക്കാൻ ടീച്ചർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു ക്യാമ്പയിൻ നടന്നു കഴിയുമ്പോൾ അതിൽ എത്രത്തോളം രണ്ടാം വേർഷൻ ഇവിടെ എത്തുന്ന അറിയില്ല. അവർ ഭയക്കുന്നുണ്ടാവും. ഭയം അവർ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതിന് ഇങ്ങനെയല്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പം പറഞ്ഞാൽ ടീച്ചർ തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്, സൈബർ ഗുണ്ടകൾ എന്ന് പറയാൻ പറ്റുമോ. അപ്പോൾ ആ പദം പ്രയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു സൂക്ഷിച്ച് വെക്കുന്നത്. സൈബർ ഗുണ്ട എന്ന് പറഞ്ഞിട്ട് അല്ല, അത്തരം കാര്യങ്ങളാണ് അവർ പറയുന്നത്, അങ്ങനത്തെ നീചമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഗുണ്ട എന്ന് പറയുന്നുണ്ട്. അവരുടെ പദത്തിൽ ഇതാക്കി പറയുന്നുണ്ട്. ഇനിയിപ്പം ഈ പറഞ്ഞ ഓരോ വാക്കുകൾ നമ്മളിപ്പം പറയുന്നതാണ്. തെരഞ്ഞെടുപ്പൊക്കെ എത്തുന്ന സമയത്ത് CPM ചിലപ്പോൾ ഒരു സോഷ്യലായിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ എന്തായാലും CPM ഒരു മുൻതൂക്കം ഉണ്ടാവും. ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് എല്ലാം കൂടെ അടച്ചിട്ടിട്ട് അങ്ങ് പോകും. ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉത്സവ പത്ത എന്ന് പറഞ്ഞത്, തൊഴിലുറപ്പ് പദ്ധതിയും പറഞ്ഞത് ഇത്രയും വിവാദമാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഇവർക്ക് ഒരു തെറ്റ് പറ്റിയ ഇതിനേക്കാൾ വലിയൊരു കോലാഹലം ഉണ്ടാവുന്ന ഉറപ്പാണ്. പക്ഷേ ടീച്ചറൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് എത്ര സൂക്ഷിച്ച് മുന്നോട്ട് പോയാലും ഒരു ഇടതുപക്ഷത്തിന് നടക്കുന്ന ആക്രമണം നമുക്കറിയാം. അതെന്തായാലും അങ്ങനെ തുടരും. ടീച്ചറിന്റെ ഈ പ്രസ്താവനകളോടൊക്കെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞാൽ അവർ അത്രയും ശക്തമായിട്ടുള്ള ഒരു നേതാവാണ്. നമ്മൾ ഇപ്പൊ പറയുന്നതാണ്, കോവിഡിന്റെ സമയം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് അടുത്ത ഒരു മുഖ്യമന്ത്രിയാണ്, വനിതാ മുഖ്യമന്ത്രിയായി എത്തും. അപ്പൊ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അത് നിഷ്പക്ഷരായ കുറേയധികം വോട്ടുകളെ സ്വാധീനിക്കാനും പറ്റും. അപ്പൊ ആ ഒരു ഇമേജ് തകർത്തുകൊണ്ട് മറ്റൊരാൾക്ക് അവരുടെ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള വേറെ ഇതുണ്ട്. അത് പൊളിറ്റിക്സിലൊരു പൊളിട്രിക്സ് ആണ്. ഇപ്പൊ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആവുന്നു പറഞ്ഞിട്ട് ഒരു വാദം വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇപ്പം നമ്മളിപ്പം പേഴ്സണൽ സംസാരിക്കുന്ന ക്രിസ്ത്യൻ പറയുന്നത് ശൈലജ ടീച്ചറാണ് മുഖ്യമന്ത്രി, എന്തുകൊണ്ടാവുന്നില്ല വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് CPM ഒരു വനിതാ മുഖ്യമന്ത്രി, അത് പിന്നെ യാതൊരു സംശയമില്ല, നമുക്ക് കേരളത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വേണമെന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ പേരായിട്ട് ഇടതുപക്ഷത്തായാലും ഇപ്പോൾ നിലവിലെ സഭയിലായാലും ശൈലജ ടീച്ചർ എന്നൊരു പേര് വരും. അത് അവിടെ നിൽക്കട്ടെ, അതെന്തായാലും വേണം. അത് വൈകി എന്ന് തന്നെ പറയേണ്ടി വരും, നമ്മൾ എന്തായാലും വൈകുന്നത്. പക്ഷേ ഇപ്പോൾ CPM ഒരു പാർട്ടിയാണ്. ഇപ്പം UDF ഇപ്പോൾ ആരായാലും എത്ര MLA വെച്ചാൽ നമുക്ക് എണ്ണി പറയാൻ. ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഉമാ തോമസ് വന്നു, അത് ഉപതെരഞ്ഞെടുപ്പിൽ വന്നു. KK രമ ഉണ്ടായിരുന്നു, അത് കോൺഗ്രസ് അല്ല, ഒരു ഘടകകക്ഷി, പുറത്തുനിന്നുള്ള കക്ഷി എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പേര് എടുക്കാനില്ല. പക്ഷേ ഇവിടെ സഭയിൽ ഉണ്ടാകുമ്പോൾ ഇതിലിപ്പോൾ CPM ആണ് ഒരു മുഖ്യമന്ത്രി. രണ്ടാമത്തെ സർക്കാർ വന്നപ്പോൾ സമയത്ത് ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി ആക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അത് അധികാരം കിട്ടിയ ശേഷം ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന മുമ്പ്. പക്ഷെ അതില്ല എന്ന് പറഞ്ഞ് ടീച്ചർക്ക് മന്ത്രി ആവുന്നില്ല പറയുമ്പോൾ വലിയ വിവാദമായിരുന്നു. പക്ഷേ CPM ഇതെന്തായിരുന്നു, മുഖ്യമന്ത്രി അവിടെ തുടരും, അത് ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം മാറുന്നത്. എല്ലാ മന്ത്രിമാരും മാറിയിട്ടുണ്ട്, സീനിയർ ആയെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ് വരുന്ന പോലെ ഇപ്പോൾ അടുത്ത വനിതാ മുഖ്യമന്ത്രി എന്നുള്ളൊരു ഇത് എടുത്താൽ CPM മുഖ്യമന്ത്രിയായിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ വരുന്നതിൽ ഇപ്പം നമുക്ക് ഒരു സീനിയോറിറ്റി വെച്ചാൽ നോക്കുന്നെങ്കിൽ ശൈലജ ടീച്ചറേക്കാളും മുമ്പിൽ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉണ്ടാവും. കേന്ദ്ര കമ്മിറ്റിയിൽ ശൈലജ ടീച്ചറുണ്ട്, പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് കൊടുക്കുന്നെങ്കിൽ മറ്റൊരാൾ വരേണ്ടി വരും. അത് CPM ഇതാണ്. പക്ഷേ അന്ന് അങ്ങനെ വരുമ്പോൾ ഇപ്പം തന്നെ ഒരു ഇത് വന്ന് ശൈലജ ടീച്ചർ ആവില്ല എന്ന് പറഞ്ഞാൽ ആ വോട്ട് കൊണ്ട് ഇടപ്പുറത്തെ കലക്കാൻ വേണ്ടി പറ്റും. അതിനാണ് ഈ മുഖ്യമന്ത്രി എന്നുള്ള ഇതും വെച്ചിട്ട് നേരത്തെ നടക്കുന്നത്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എന്തായാലും അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രചരണത്തിന് വരാറില്ല, അങ്ങനെ കൊണ്ടുവരാറില്ല. അത് അതിന് ശേഷം മാത്രം വരുന്നതാണ്. പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ട് ഒന്നുകിൽ അതിന് മുന്നേ ഇവിടെ കലക്കുക, അല്ലെങ്കിൽ അവരെ ഒതുക്കുക. ഈ രണ്ട് ഇതാണ് നടക്കുന്നത്. എന്തായാലും കനകോലും ആണോ ഇനി ഇപ്പോൾ വേറെ എന്തെങ്കിലും ആണോ നമുക്കറിയില്ല. പക്ഷെ എന്തെന്നാലും അതങ്ങനെ തുടരും. അതിനെ കൃത്യമായി ഇടാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ പറയുന്ന കോൺഗ്രസ് ഇങ്ങനെ പ്രചരണം നടത്തുന്നത്, അതിന് CPM വേറെ ടീമുണ്ടല്ലോ, സൈബർ ടീമുണ്ടല്ലോ. CPM ഇപ്പോൾ പറഞ്ഞ കടന്നലുണ്ടല്ലോ, അവർക്ക് തിരിച്ചു പറയാൻ പറ്റട്ടെ, തിരിച്ച് അവർ പ്രതിരോധിക്കട്ടെ. പക്ഷേ വസ്തുതകളായിട്ട് ചരിത്രത്തിൽ നിലനിൽക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.